ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. ഞാൻ ഇന്നും നിങ്ങൾക്ക് ഒരു നല്ല അടിപൊളി, അതായത് നമുക്ക് ഫാറ്റി ലിവറൊക്കെ ഉള്ളവർക്ക് ഇലക്കറികൾ കൂട്ടണമെന്ന് ധാരാളമായിട്ട് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആഴ്ചയിൽ എല്ലാത്തരം ഇലക്കറികൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒന്ന് മുരിങ്ങയില, പയറിൻ്റെ ഇല, മത്തൻ്റെ ഇല, അതുപോലെ പച്ചച്ചീര, ചുമലച്ചീര, ഉലുവയുടെ ഇല, പാലക്ക്, അങ്ങനെയുള്ള, അതുപോലെ ഉള്ളിയുടെ കൂമ്പ് തോരൻ വയ്ക്കുന്നത്, വാഴക്കൊടപ്പൻ, പിണ്ടി, ഇങ്ങനെ ഏത് സാധനങ്ങൾ വെച്ച് കൂട്ടിയാലും ഫാറ്റി ലിവറുകാർക്ക് വളരെ നല്ലതാണ്. സിറോസിസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഇലക്കറികൾ കൂട്ടണം എന്ന് തന്നെയാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഫാറ്റി ലിവർ ഉണ്ടെന്ന് ഈയിടെയായിട്ട് ഞാൻ അറിഞ്ഞു. ഇത്തിരി കൂടി നിൽക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഇലക്കറികൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ചട്ടി വയ്ക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പച്ച ചീരയാണ് ഗൈസ്. കണ്ട, പച്ച ചീര നന്നായിട്ട് കഴുകി മഞ്ഞൾ ഇട്ട് വെള്ളത്തിൽ കുറച്ച് നേരം വച്ച് കഴുകി അതിലെ അണുക്കളെല്ലാം വിമുക്തമാക്കി, അഴുക്കെല്ലാം വിമുക്തമാക്കിയതിന് ശേഷം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക്, അതുപോലെ കടുക്, വെളിച്ചെണ്ണ, പിന്നെ കറിവേപ്പില, അതുപോലെ പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ തേങ്ങ. ഇത്രയും സാധനമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ചട്ടി അടുപ്പേ വെച്ചു. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കുറച്ച് വേണം, ഒന്ന് നന്നായിട്ട് വളർന്ന് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരട്ടെ. ചൂടായി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കാം. നമുക്ക് ചൂടായി വരുന്ന ചട്ടി നല്ല ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കിയാൽ ഏത് കറികൾക്കും നല്ല ടേസ്റ്റ് കൂടും, അതുപോലെ തന്നെ ഗുണവും കൂടും. ഇരുമ്പ് അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ലോഹം തന്നെയാണ് ഇരുമ്പ്. അതുപോലെ അയൺ, കാൽസ്യം, മിനറൽസ്, അതുപോലെ പൊട്ടാസ്യം, സോഡിയം, ഇതെല്ലാം കുറഞ്ഞാലും നമുക്ക് ഓരോരോ അസുഖങ്ങൾ വരും. അപ്പം നമ്മൾ എന്ത് തോരനുണ്ടാക്കുമ്പോഴും നമ്മുടെ പണ്ട് കാലത്തെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ല ഗുണം കിട്ടുന്നത്. അതിലാവുമ്പോൾ നന്നായിട്ട് വലിയ ചീനച്ചട്ടിയാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഉലർത്തിയെടുക്കാനും സാധിക്കും. സാധാരണ ഇപ്പോൾ എല്ലാവരും എളുപ്പത്തിന് കടായി, അതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ, അല്ലെങ്കിൽ ചെറിയൊരു ചട്ടി പോലത്തേൽ കടുക് വറുത്തിട്ട് നമ്മൾ അതിലേക്ക് കോരി ഒഴിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടല്ല കേസ്. ശരിക്കും ഇരുമ്പ് ചീനച്ചട്ടി, അതുപോലെ ഇരുമ്പിൻ്റെ ദോശച്ചട്ടി, പണ്ട് കാലത്ത് ദോശയ്ക്ക് എണ്ണ പരട്ടിയിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കും അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ ഈ തോരന് വേണ്ട തേങ്ങ ചിരണ്ടി വെച്ചിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. നമ്മൾ അടുക്കളയിൽ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത് നമ്മൾ തേങ്ങ ചുരണ്ടി എടുത്തു. കുറച്ചും കൂടെ എടുക്കാം, കാരണം തേങ്ങ ഇട്ടാലാണ് ചീരയ്ക്ക് സ്വാദ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ തേങ്ങ ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു ട്രിക്കുണ്ട്. മുട്ട ഉണ്ടല്ലോ, മുട്ട നമ്മൾ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് കടുക് മുളകൊക്കെ പൊട്ടി ചീര പകുതി വേവാകുമ്പോൾ ഈ മുട്ട, ആ ചീര രണ്ട് സൈഡിലേക്കും പകുത്ത് മാറ്റിയിട്ട് ഈ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മുട്ട ഒഴിച്ച് ആ വെളിച്ചെണ്ണയിൽ കിടന്ന മുട്ട മുരിഞ്ഞ് വരുമ്പോൾ ശരിക്കും തേങ്ങ ഇട്ടതുപോലെ ഇരിക്കും ചീരക്ക്. അത് തന്നെയല്ല, അതിന് കുറച്ചും കൂടി പ്രോട്ടീൻ കൂടും. അപ്പം അങ്ങനെയും നമുക്ക് തോരൻ ഉണ്ടാക്കാം. തേങ്ങയില്ലാത്ത അവസരത്തിൽ അങ്ങനെയും നമുക്ക് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് തേങ്ങയാണ് എടുത്തത് കേസ്. തേങ്ങയ്ക്കൊക്കെ ഇപ്പോൾ ഭയങ്കര ക്ഷാമമാണ്. അതുകൊണ്ട് തന്നെ തേങ്ങ കുറച്ചേ എടുത്തുള്ളൂ. പിന്നെ എടുത്തത് പച്ചമുളകാണ്. പച്ചമുളക് എടുത്തു. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്.
ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. കറിവേപ്പില ഇടുന്നത് എല്ലാ കറികൾക്കും കറിവേപ്പില വേണം. അതുപോലെ തന്നെ ഉണക്കമുളക് ഒന്ന് പൊട്ടിച്ചിടണം. ഇങ്ങനെ നമ്മൾ അതിനെ ഒന്ന് ഇപ്പോഴത്തെ ഉണക്കമുളകൊന്നും പൊട്ടിക്കാൻ പോലും പറ്റുന്നില്ല ഗൈസ്. ഭയങ്കര തണുത്തിരിക്കുകയാണ്. പിന്നീട് കടുക്, കരിവേപ്പില, ഉണക്കമുളക് ഇത് മൂന്നും പൊട്ടി വരുമ്പോൾ നന്നായിട്ട് പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നില്ലേ? അങ്ങനെ പൊട്ടി വരുമ്പോഴാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. മറിച്ച് അതിലേക്ക് എല്ലാ സ്ഥലത്തേക്കും വെളിച്ചെണ്ണയും കടുകും എല്ലാം നന്നായിട്ട് ചേർത്ത് വരട്ടെ. അതിന് ശേഷം ഇല പോലും കളയരുത്. കാരണം ഏത് ചീരയിലാണ് കൂടുതൽ ഗുണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പണ്ട് ശ്രീരാമദേവൻ അല്ലേ, പഞ്ചപാണ്ഡവന്മാരെല്ലാവരും പൊടി കഴിഞ്ഞ് യാഗം കഴിഞ്ഞ് വന്നപ്പോൾ ശ്രീരാമദേവി ദ്രൗപദി പാഞ്ചാലി പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞു, ഇനിയും ബ്രാഹ്മണർ ഊണ് കഴിക്കാനുണ്ട്, അതുകൊണ്ട് ഇനി ഭക്ഷണം ഇപ്പോൾ ദ്രൗപദി കഴിഞ്ഞു, അക്ഷയപാത്രത്തിലെ ഭക്ഷണമെല്ലാം ഇല്ല ഉണ്ടാവുമല്ലോ പറഞ്ഞു. അപ്പോഴാണ് ഒരു ചീരയില കിട്ടി. ആ ചീരയില കഴിച്ച ബ്രാഹ്മണരെല്ലാവരും സംതൃപ്തരായിട്ട് മടങ്ങിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കഥ. അതുപോലെ തന്നെയാണ് ഈ ചീരയില തോരന് നല്ല ഗുണമുള്ളതാണ്. അതിൻ്റെ ഒരില പോലും നമ്മൾ കഴിച്ചാൽ അതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പാണ് ഞാനിപ്പോൾ ഇട്ടത്. ഉപ്പിട്ട് എല്ലായിടത്തേക്കും ഉപ്പ് നന്നായിട്ട് അധികമാവാൻ പാടില്ല, കുറച്ചിട്ടാൽ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഓരോ പിന്നെ ഇട്ട് കൊടുക്കാം. പിന്നീട് ഏത് കറികൾ ഉണ്ടാക്കുമ്പോഴും നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കണം. കാരണം മഞ്ഞൾപ്പൊടി നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ്. രണ്ടാമത് അതിലെ വിഷാംശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിനാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ പച്ചമുളകിൻ്റെ അവസ്ഥ അറിയാമല്ലോ, എരിവ് ഒട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ലേശം മുളക് പൊടിയും കൂടി ചേർക്കാം. കറികൾക്ക് എരിവും ഉപ്പും അതുപോലെ എല്ലാ സാധനവും പാകത്തിൽ ചേർന്നെങ്കിൽ മാത്രമേ അതിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം നമ്മളിങ്ങനെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ട് നന്നായിട്ട് അത് ആ എണ്ണയിൽ കിടന്ന് വളർന്ന് വരട്ടെ. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ചീര ആയതുകൊണ്ട് തന്നെ ഈ ചീര എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എങ്കിലും ഞാൻ പറയുകയാണ് ഒഴിക്കുക. അതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ, അതുപോലെ ചെറിയ ഉള്ളി നല്ലതാണ് തോരന് ചേർക്കുന്നത്. ഏത് തോരനാണെങ്കിലും ചെറിയ ഉള്ളി ചേർക്കണം. അതുപോലെ തന്നെ രണ്ട് വെളുത്തുള്ളി. ഒരുപാട് ചേർക്കണ്ട കേസ്, ഒരുപാട് ചേർത്താൽ വല്ലാത്തൊരു ടേസ്റ്റായി പോകും. അതുകൊണ്ട് 2 വെളുത്തുള്ളി, ഇത്രയും സാധനം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെറിയ ഉള്ളി, അതുപോലെ തേങ്ങ, ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, അതുപോലെ പാകത്തിന് പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ മിക്സിയിലേക്ക് ഇട്ട് ഒറ്റ കറക്ക് മതി, ഒരേ ഒരു കറക്ക്. കാരണം ഒരുപാട് കറക്കിയാൽ അത് അരഞ്ഞു പോകും. അപ്പോൾ അത് അരഞ്ഞു പോകേണ്ട ആവശ്യം ഇല്ല. ആയതുകൊണ്ട് തന്നെ മിക്സിയെല്ലാം നമ്മുടെ അടുത്ത് തന്നെയാണ് സെറ്റ് ചെയ്തത്. അടുക്കളയിൽ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മിക്സി നമ്മുടെ അടുത്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ
എടുക്കുക. അപ്പോൾ എന്താ ഇതുപോലെ കിട്ടും. ഇതുപോലെ കിട്ടിയതിന് ശേഷം നമ്മുടെ തോരനിലേക്ക് ഇതുപോലെ കിട്ടിയ ആ തേങ്ങ ഒതുക്കിയത് നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ല, മിക്സിയിലേക്കല്ല, നമ്മുടെ തോരനിലേക്ക് മിക്സിയിൽ നിന്ന് എല്ലാം തൂത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക. നമ്മൾ കൈകൊണ്ടിട്ടാലും നമ്മുടെ കൈ കൊണ്ട് തന്നെ വടിച്ചിടുമ്പോഴാണ് അത് മുഴുവനായിട്ട് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ പകുതിയിലധികവും നമ്മുടെ മിക്സിയിൽ പറ്റിപ്പോവും. ഇതിൻ്റെ ആവശ്യം എന്തായാലും ഗൈസ്, അമ്മമാരുടെ കയ്യിലല്ലാത്ത ഒരു പാചകവും അടുക്കള ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ സാമ്പാറിന് പുളി പിഴിയാൻ നമ്മൾ കൈകൊണ്ട് തന്നെയല്ലേ പുളി പിഴിയുന്നത്. അതുപോലെ തന്നെ മീൻകറിക്കാണെങ്കിൽ വാളംപൊടി കഴുകിയിടുന്നു. അപ്പോൾ കൈ പറ്റാതെ സ്പൂൺ കൊണ്ട് തന്നെ എല്ലാ കാര്യമൊന്നും അടുക്കളയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ തേങ്ങയും ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടിങ്ങനെ ഇളക്കി അത് നല്ലൊരു ഇതായിട്ട് വരട്ടെ. അപ്പം ഇതുപോലെ ഇരിക്കും നമ്മുടെ തോരൻ. കണ്ടോ പൈസ. ഇനി അത് ഒന്നും കൂടി, തണ്ടിന് നല്ല കനമുള്ള തണ്ടായതുകൊണ്ട് തന്നെ നന്നായിട്ടത് വെന്ത് കിട്ടണം, അല്ലെങ്കിൽ അത് പച്ച ചുവയ്ക്കും. അപ്പോൾ ഈ തേങ്ങയും ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴറ്റി വന്ന് നന്നായിട്ട് ഇളക്കി ആ ആവി കിടന്ന് വെന്ത് നന്നായിട്ട് മുരിഞ്ഞ് വരണം. മുരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ എന്നും ചെയ്യാറുള്ള പോലത്തെ ഒരു പണി നമ്മൾ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല ടേസ്റ്റ്. ഉപ്പ്, എരിവ്, അതുപോലെ ടേസ്റ്റ് ഉണ്ടോ എന്നൊന്നും നമ്മൾ ചെക്ക് ചെയ്യണ്ടേ. അതിനായിട്ട് ഒരു തരി എടുത്ത് നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്യും. ഇതെല്ലാം കറക്റ്റാണ് ടേസ്റ്റ്. നമ്മുടെ ചീരത്തോടെ ഏകദേശം റെഡിയായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ചൂടോടെ ആ ചീരത്തോരനെ എടുത്ത് ഇതുപോലെ ഒരു പ്ലേറ്റിലെടുത്ത് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതാണ് ഗൈസ് ഇന്നത്തെ പച്ചച്ചീര തോരൻ വെച്ചത്. എല്ലാവരും ഇത് ഉണ്ടാക്കണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇലക്കറികൾ കൂട്ടണം. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങളെല്ലാം പമ്പ അടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇലക്കറികളെല്ലാം കൂട്ടണമെന്ന് പറയുന്നത്. അപ്പം ഇലത്തോരൻ ഏതാണെങ്കിലും നമ്മൾ ഇതിന് ബുദ്ധിമുട്ട് സഹിച്ച് അത് ഉണ്ടാക്കിയെടുക്കണമെന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് ഗൈസ്. അപ്പം ചീരത്തോരൻ എല്ലാവരും ഉണ്ടാക്കണം, കഴിക്കണം. അതുപോലെ തന്നെ നമ്മുടെ അസുഖങ്ങൾക്ക് എപ്പോഴും മരുന്ന് മാത്രം പോലെ നമ്മൾ തന്നെ നമ്മുടെ അസുഖങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ പ്രകൃതി എല്ലാം തരും. ആ പ്രകൃതിയിൽ ഇറങ്ങി അതെല്ലാം പറിച്ചെടുത്ത് നമ്മൾ ഉണ്ടാക്കി കഴിക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. ഇന്നത്തെ എൻ്റെ വിഭവം ഇഷ്ടമായോ എന്ന് എല്ലാവരും പറയണം. കണ്ടാൽ മാത്രം പോരാ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്.